വെൽക്കം ടു കറിക്കൂട്ട് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ബീട്രൂട്ട് ഹൽവ. അതിനാവശ്യമായത് ഒരു 3 ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 350 ഗ്രാം ഉണ്ട്. പട്ട ഒരു ചെറിയ കഷ്ണം, ഏലക്ക 5 എണ്ണം, ഗ്രാമ്പൂ 2 എണ്ണം, കാഷ്യൂനട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. ബീട്രൂട്ടിൽ ഏകദേശം മധുരം ഉള്ളതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ മതിയാകും. നെയ്യ് 2 ടേബിൾ സ്പൂൺ, പാൽ 1 ഗ്ലാസ്, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെക്കണം. കട്ടയില്ലാതെ നല്ലപോലെ കലക്കി വെക്കണം. ഇതുപോലെ കലക്കിയെടുത്ത് വെച്ചേക്കണം. വെള്ളം 2 ഗ്ലാസ് അളവ്. ഇപ്പോൾ ഹൽവ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് അടിക്കനമായിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് ചേർക്കുക. ചെറിയ ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം. റോസ്റ്റ് ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റിയെടുക്കാം. അതേ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് അളവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്വീറ്റിനെല്ലാം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ സ്വീറ്റ് നല്ലപോലെ എടുത്ത് കാണിക്കും. ഈ ബീട്രൂട്ടിൻ്റെ പച്ച മണമെല്ലാം പോകുന്നത് വരെ നല്ലപോലെ വേകണം. ബീട്രൂട്ട് വെന്ത് കിട്ടുന്നത് വരെ ഇത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ വേവിക്കണം. അതിന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആവും വേകാനായിട്ട്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ബീട്രൂട്ട് വേകാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം. ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാലിനകത്ത് കിടന്ന് ബീട്രൂട്ട് നല്ലപോലെ വേവണം. വെന്ത് പാലും എല്ലാം വറ്റി വരണം. അതുവരയ്ക്കും നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. അടിക്ക് പിടിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ.
ഇപ്പം നമ്മൾ ഒഴിച്ച് കൊടുത്ത പാലൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ മെൽറ്റായി ബീട്രൂട്ടിൻ്റെ അകത്തൊക്കെ പിടിച്ച് ഇത് ഇനി കുറച്ചുകൂടെ തിക്കായ കൺസിസ്റ്റൻസി വരണം. കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജ് നമ്മൾ എടുത്തു വെച്ചിരുന്ന കോൺഫ്ലവർ മാവ് കലക്കി വെച്ചില്ലേ, ഇത് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വിടാതെ ഇളക്കി കൊടുക്കണേ, അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റായ ഹൽവ റെഡിയായിട്ടുണ്ടേയിരിക്കുന്നു. നല്ലപോലെ കട്ടിയാവുന്നത് വരെ അടുപ്പത്ത് വെച്ച് ഇളക്കണം. ഇത് ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല ഹെൽത്തിയായ ഒരു ഹൽവയാണ്. നമുക്ക് വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റായ ഹൽവ റെഡിയായി കഴിഞ്ഞു. ഇത്രയും തിക്കായാൽ മതി. ആറി കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. റെഡി ആയിട്ടുണ്ട്.